ഹലോ ഹായ് ആൻഡ് വെൽക്കം ടു ഉണ്ടക്കണ്ണത്തി ടോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് വിക്സിൻ്റെ യൂസുമായിട്ടാണ്. ഒരു 2-3 വീഡിയോ ഞാൻ കണ്ടു, വിക്സ് കൊണ്ട് ഹെയർ ഗ്രോത്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ, നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് ഞാൻ കരുതി. അതിൻ്റെ റിസൾട്ട് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കണ്ടോ, ഞാൻ യൂസ് ചെയ്തിട്ട് അത് പകുതി മുക്കാലും ആയിട്ടുണ്ട് തലയിൽ തേച്ചിട്ട്. ഓക്കെ, അപ്പം ഹൗസ് വൈഫ്സൊക്കെ ആണെങ്കിൽ ഈ പാത്രം കഴുകിയിട്ട് പിന്നെ തുണി വാഷ് ചെയ്തിട്ട് പിന്നെ കുക്ക് ചെയ്യുമ്പോഴൊക്കെ ആവിയും ചൂടൊക്കെ തട്ടിയിട്ട് കൈയൊക്കെ ആകേണ്ട റഫ് ആയിട്ടുണ്ടാവും. പിന്നെ ഹാൻഡ് ക്രീമൊക്കെ യൂസ് ചെയ്യുന്ന ഹൗസ് വൈഫ്സ് ഉണ്ട് കേട്ടോ. ഞാൻ യൂസ് ചെയ്യാത്തവരുടെ കാര്യമാണ് പറയണത്. അവർക്കൊക്കെ വിക്സ് നല്ലൊരു ചോയ്സ് ആയിരിക്കും. എന്തായാലും വിക്സൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ. പിന്നെ ഈ വാസ്ലിനേക്കാളൊക്കെ നല്ല റിസൾട്ട് തരുന്നത് ഈ വിക്സ് തന്നെയാണ് കേട്ടോ. വിക്സ് കയ്യിൽ മാത്രമല്ല, നമുക്ക് കാലിൽ ഫുഡ് ക്രാക്ക് ഹീൽസ് ഉണ്ടെങ്കിൽ, ക്രാക്ക് ഹീൽസ് ഇല്ലെങ്കിലും നമ്മളെ കാലൊക്കെ നല്ല റഫായിരിക്കുമല്ലോ, അതൊക്കെ രാത്രി തേച്ച് ഓവർനൈറ്റ് വെച്ചിട്ട് രാവിലെ കഴുകി കളഞ്ഞാൽ അടിപൊളിയായിരിക്കും. നല്ല സപ്പിളായിട്ടുണ്ടാവും കേട്ടോ, ഹാൻഡും അതുപോലെ ഫീറ്റൊക്കെ. പിന്നെ നല്ലൊരു സ്ട്രെച്ച് മാർക്ക് റിമൂവറാണ് കേട്ടോ ഈ വിക്സ് എന്ന് പറയുന്നത്. ഇപ്പോഴൊക്കെ സ്ട്രെച്ച് മാർക്സ് റിമൂവ് പ്രഗ്നൻസിയിൽ തന്നെ നമുക്ക് പുരട്ടാനുള്ള ഓയിൻമെൻറ്റ്സും ക്രീംസൊക്കെ കിട്ടും. പക്ഷേ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴൊന്നും അതൊന്നും അത്ര പോപ്പുലർ ആയിരുന്നില്ല. ആരും വിശ്വസിക്കില്ല ഇതിന് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ട്. ഞാനും ഫസ്റ്റൊന്നും വിശ്വസിച്ചിരുന്നില്ല. പിന്നെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല അതിൽ. പക്ഷേ റിസൾട്ട് തന്നെ വണ്ടർ അടുപ്പിച്ച് കളഞ്ഞു. പിമ്പിളുള്ളവർക്കൊക്കെ പറ്റിയ റെമഡിയാണ് കേട്ടോ വിക്സ് എന്ന് പറഞ്ഞാൽ. എനിക്കൊരു സമയത്ത് ഒരുപാട് പിമ്പിളായിരുന്നു മുഖത്ത്. എൻ്റെ മാരേജ് കഴിഞ്ഞ് ഒരു വർഷമൊക്കെ മുഖത്തൊക്കെ അങ്ങനെ പിമ്പിളായിരുന്നു. എൻ്റെ ഔട്ട്ഡോർ ഷൂട്ടിൽ വരെ മുഖത്തോ നെറ്റിയിൽ കറക്റ്റായിട്ടൊരു പിമ്പിൾ വന്നിരിക്കുക. ആ സമയത്ത് മുഴുവനായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും കഴിയുന്നതും പരമാവധി നമുക്കത് സ്പ്രെഡ് ആവാണ്ടിരിക്കാൻ നോക്കാം. അപ്പോൾ വിക്സ് ഒരു ബഡ്സിലോ അല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ തന്നെ ഇത്തിരി വിക്സ് എടുത്തിട്ട് ആ കുരുയുടെ മേലെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓവർനൈറ്റ് വെക്കുക. എന്നിട്ട് രാവിലെ നിങ്ങൾ മുഖം വാഷ് ചെയ്തോളൂ. നല്ല റിസൾട്ട് തരും. ഈ വെയിലൊക്കെ ഉള്ള സമയത്ത് മുടിയൊക്കെ ഉണങ്ങാണ്ട് തട്ടോട്ടിട്ടൊക്കെ പുറത്ത് പോയാൽ അന്ന് നീരിറക്കം ഉറപ്പാണ്. ഫസ്റ്റ് വേദനിക്കാൻ തൊടുത്ത ചെവിയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ബഡ്സിൽ വിക്സ് എടുത്തിട്ട് അങ്ങനെ ചെവിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. ആ വേദന വന്ന പാട്ടിലോടും. പിന്നെ നിങ്ങൾക്ക് ചെവിയിൽ ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടെങ്കിൽ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ, ഒരു ഡോക്ടറെ തന്നെ പോയി കാണണം. ഓക്കെ, ഞാൻ ചെയ്തല്ലോ റിസൾട്ട് കിട്ടിയില്ലല്ലോ പറയരുത് എന്നോട്. പറയാൻ പോണ യൂസ് എന്ന് വെച്ചാൽ എനിക്കൊരു മദർ എന്ന നിലയിൽ ഒരുപാട് സന്തോഷം തന്നിട്ടുള്ളൊരു യൂസാണ്. നമ്മളിപ്പോൾ പിള്ളേർക്കൊക്കെ വെയ്യാണ്ടായി നമ്മൾ ആകെ ഡെസ്പായി പോവും. അവർക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും ജലദോഷമോ പനിയോ എന്ത് വേണമെങ്കിലും വരാം. പക്ഷേ ഈ വിക്സ് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും നിങ്ങൾ കാലിൻ്റെ അടിയിലും കക്ഷത്തിലൊക്കെ. ഞാനിത് കേട്ടപ്പോൾ ഞാനങ്ങനെ വിശ്വസിച്ചിരുന്നില്ല. ചുമയും ഈ കക്ഷവും കാലൊക്കെ തമ്മിൽ എന്താ ബന്ധമെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ എനിക്കിത് റിസൾട്ട് തന്നു. ഇപ്പോഴും ഞാൻ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ യൂസസും ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഹെയർ ഗ്രോത്തിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു 1 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തു. കുളിക്കുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്ത് നന്നായി മുടി കോംബ് ചെയ്തിട്ട് പിന്നെ എൻ്റെ ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്തു. പിന്നെ എനിക്ക് തലയിലൊരു ഇച്ചിങ് സെൻസേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചൂടുകുരൊക്കെ പൊന്തുന്ന സമയമല്ലേ, എന്നാൽ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ പൊന്തിയിരുന്നു. അപ്പോൾ അതിനൊക്കെ ഇത്തിരി അല്ല, നല്ലോണം ആശ്വാസം കിട്ടിയിട്ടുണ്ട്. പിന്നെ നോട്ടീസബിൾ ആയിട്ടുള്ളൊരു ഹെയർ ഗ്രോത്ത് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ പേഴ്സണൽ കാര്യം കേട്ടോ ഞാൻ പറയണത്. ഇനി എല്ലാവർക്കും എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. എനിക്കത്ര ഹെയർ ഗ്രോത്ത് കിട്ടിയ പോലൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ബൈ.